ബിഗ് ബോസ് സീസൺ 7 വരികയാണ്. അപ്പോൾ 5 വിന്നേഴ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എല്ലാവരും ചർച്ചകളാണ്, ആരാണ് ഏറ്റവും യോഗ്യതയല്ലാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ. പലരും ജിൻഡോയെ കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിലും ശരിക്കും ഇതിനകത്ത് ഈ 5 ജയിച്ചവരിനകത്ത് അഖിൽമാരാറും സാബുമോനും ഏറ്റവും ഡിസർവാണ്. എല്ലാവരും അംഗീകരിച്ചാണ്, ഏറ്റവും വലിയ ജനപ്രിയരാണ് ബിഗ് ബോസിൽ. അതിനുശേഷം നമ്മൾ ഈ ജിൻഡോയെക്കുറിച്ച് പറയുമ്പോൾ ജിൻഡോ അത്യാവശ്യം ഉടായ്പും കാര്യങ്ങളും കള്ളത്തരമൊക്കെ ഉള്ള ഒരാളാണെങ്കിലും ബിഗ് ബോസിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഉടായ്പും കാര്യങ്ങളൊക്കെ. ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു നന്മമരമല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ യേശുക്രിസ്തുവിനെയൊക്കെ വിളിച്ച് ബിഗ് ബോസ് വെച്ചാൽ മതിയല്ലോ. ഒരു 10 നന്മമരങ്ങളെ വിളിച്ചിട്ട് ബിഗ് ബോസ് നടത്തിയാൽ പോരെ. അതല്ലല്ലോ. അപ്പം അത് 3ാം സ്ഥാനത്ത് ജിൻഡോയ്ക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ 2 പേരാണ് സത്യത്തിൽ വേസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിൽഷയാണ്. ദിൽഷയ്ക്ക് യാതൊരു രീതിയിലുള്ള ജനങ്ങളുടെ ഇടയിലോട്ട് സ്വാധീനം ചെലുത്താനൊന്നും പറ്റിയിട്ടില്ല. മണിക്കുട്ടനും അത്രയ്ക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ വേറെ 2 പേര് ഇവർക്ക് വിന്നർ ആയില്ലെങ്കിൽ പോലും 2 പേർക്ക് അതിന് പറ്റിയിട്ടുണ്ട്. അതൊന്ന് റോബിൻ, ഒന്ന് രജിത് കുമാർ. അപ്പം ഇത്രയാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ ഒരു ലേഡീസ്, ശരിക്കും ഒരു ബിഗ് ബോസിലെ ലേഡി രാജ്ഞി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ